അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡോക്ടർ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുയുടെ ഹദ്റത്തിലാണ് ഞങ്ങളിന്നുള്ളത്. തഞ്ചാവൂർ എന്ന നാട്ടിൽ മുത്തുപ്പേട്ട എന്ന തട്ടിൽ വെളിവോടെ അന്തി ഉറങ്ങുന്ന വലിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അനുയായിയായ സയ്യിദ് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു മഹാനവറുകളെ കുറിച്ച് ചെറിയ രൂപത്തിൽ: കറുപ്പയ്യ എന്ന ഒരു കർഷകൻ തൻ്റെ പാടം വൃത്തിയാക്കുമ്പോൾ, ഉഴുതുമറിക്കുമ്പോൾ തൂമ്പ കൊണ്ട് ഒരു കബറിടത്തിൻ്റെ ഭാഗം എത്തുകയും ആ മഹാനവറുടെ കബറിടത്തിൻ്റെ ഭാഗത്ത് തൂമ്പ കൊണ്ട് വെട്ടുന്ന സമയത്ത് രക്തം ചീണ്ടുകയും അതിനുശേഷം ഈ കറുപ്പയ്യ എന്ന വ്യക്തിയുടെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് തന്നെ പോവുകയും ആ വിപ്രാളത്തിൽ ഈ കറുപ്പയ്യ എന്ന ആൾ ആ കബറിടത്തിൻ്റെ ഭാഗം കല്ലുകൾ എല്ലാം നേരെയാക്കി വെച്ചപ്പോൾ കാഴ്ച തിരിച്ചു വരികയും ഉടൻ തന്നെ നാട്ടിൽ അറിയിക്കുകയും കറുപ്പയ്യ അന്ന് രാത്രി ഉറക്കത്തിൽ മനാമയിൽ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു സ്വപ്നത്തിൽ വരികയും മഹാന്റെ കഥകൾ അറിയിച്ചു കൊടുക്കുകയും തൗറാത്തിൽ അനുയായിയാണ് ഞാനെന്നും അതിൽ തെളിവത്ത മുഹമ്മദിനെ കണ്ടെന്നും ഇസ്ലാമിന് വേണ്ടി ഞാൻ ഇവിടെ ജീവിച്ചു ത്യാഗങ്ങൾ സഹിച്ചെന്നും മറവ് ചെയ്യപ്പെട്ടു എന്നും അറിയിക്കുകയും മുസ്ലിങ്ങളെ ഇത് അറിയിക്കണമെന്നും കറുപ്പയ്യയോട് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു മനാമയിൽ അറിയിക്കുകയും അതിനുശേഷം മുസ്ലിമീങ്ങളോട് പറയുകയും നാട്ടിൽ അറിയിക്കുകയും അതിനുശേഷം മക്ബറ വൃത്തിയാക്കി സൂക്ഷ്മതയാക്കി ഇന്നും സ്വപ്നത്തിൽ ചികിത്സ നടത്തുന്ന ഇടമാണ് മഹാന്റെ ഹദ്റത്ത്. മാനസിക രോഗങ്ങൾക്കും സിഹറിനുമൊക്കെ വലിയ ആശ്വാസമാണ് ഇവിടെ. എല്ലാ വെള്ളിയാഴ്ചയിലും മതഭേദമന്യേ എല്ലാ മതക്കാരും ഇവിടെ വരികയും അവരുടെ നിയത്തുകൾ അനുസരിച്ച് വരികയും വലിയ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ഹദ്റത്തിൽ വരികയും സംസാരിക്കാത്ത ഒരു ബാലനെ മക്കാം ഷരീഫിനുള്ളിൽ കൊണ്ടുപോവുകയും മഹാനവറുകളോട് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിനോട് ദുആ ചെയ്യുകയും സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന ചരിത്രം. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിനെ കുറിച്ച് ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ ബൈത്ത് രചിക്കുകയും ചെയ്തു. ആ ബൈത്ത് ഇന്നും മക്കാമിനുള്ളിൽ ഉണ്ട്. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിനെ കൂടാതെ അലി ബാദുഷാ എന്ന ഒരു മക്കാമും അതിനോട് അടുത്ത് തന്നെ ഫാത്തിമ എന്ന ഒരു മക്കാമും റളിയല്ലാഹു അൻഹ എന്നൊരു മക്കാമും സ്ഥിതി ചെയ്യുന്നുണ്ട്. ജീവിച്ചിരുന്ന കാലത്തും ഡോക്ടർ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു ചികിത്സിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ തന്നെ ഡോക്ടറാണ് എന്നാണ് അറിയപ്പെടുന്നത് ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിനെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണെന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല ഒരു പ്രത്യേക അന്തരീക്ഷം ആണ് ഈ ഹദ്റത്തിനകത്ത്. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ഹദ്റത്തിൽ തഞ്ചാവൂരിൽ നിന്ന് 90 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് മക്കാം ഷരീഫ്. ഒരു ഗ്രാമത്തിനകത്താണ് ഈ മക്കാം ഷരീഫ്. ഇന്നും അനവധി ആൾക്കാർ ഈ ഹദ്റത്തിൽ വന്നു പോകുന്നുണ്ട്. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ മുസീബത്തുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.